നമ്മള് 5 വർഷത്തിന് ശേഷം അല്ലെ 5 വർഷത്തിന് ശേഷം നമ്മള് സ്ഥലത്ത് വന്നിട്ടുള്ളത് ഒരു AR എന്നുള്ള സിനിമ കാണാൻ വന്നിട്ടുള്ളത്. 5 വർഷമായി നമ്മള് പിന്നെ സിനിമ അല്ല ഒന്നിച്ചു പോകാത്തതാണ് അല്ലെ. ഇല്ലെങ്കിലും സിനിമ നമ്മള് മോനായതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഒന്നിച്ച് ലാസ്റ്റ് കണ്ട മറ്റേ തീവണ്ടി അല്ലേ, അത് മോനാകുന്നതിന്റെ മുന്നേ നമ്മള് തീവണ്ടിയിൽ സിനിമയാണ് കണ്ടത്. പിന്നെ നമ്മള് മഞ്ഞുമൽ ബോയ്സ് നീയും അമ്മയും കൂടി വന്നു. അത് ഞാൻ കണ്ടിട്ട് ഞങ്ങളോട് കാണാൻ പറഞ്ഞിട്ട് കണ്ടതാണ്. ഞാൻ സത്യത്തിൽ ഈ തിയേറ്ററിൽ ആദ്യമായിട്ട് വരുന്നേ കണ്ണൂര് ലിബർട്ടി ആയിട്ട് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ഈ പടത്തിനെ കുറിച്ച് നമ്മള് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അല്ലെ, യൂട്യൂബിലെല്ലാം കേട്ട് സുഭജ പറഞ്ഞിട്ടാ വന്നത്. പാട്ട് ഞാൻ ഇൻസ്റ്റയില് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു. റിവ്യൂ എല്ലാം കേൾക്കുമ്പോ നല്ല അഭിപ്രായം പറയുന്നത്. കണ്ടിട്ട് നമ്മള് ബാക്കി അഭിപ്രായം പറയാം. സാധാരണ അല്ല ഞാൻ സാധാരണ കണ്ടു. അല്ലേ സിനിമ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ കണ്ണട വെക്കുന്ന ആള് എങ്ങനെയായിരിക്കും സിനിമ കാണും? അവർക്ക് കാഴ്ചന്റെ പ്രശ്നമുള്ള ആളെന്താ ചെയ്യാ? സാധാരണ കാണില്ല ആൾക്കാർ, കണ്ണട ഇട്ട ആൾക്കാർ സിനിമ കാണില്ലേ. അപ്പൊ എന്താ ചെയ്യാ? കണ്ണട വെക്കുന്ന ആളെന്താ ചെയ്യാ? കണ്ണട വെച്ചിട്ട് ചിലപ്പോ അങ്ങനെയായിരിക്കും, അറിയില്ല. എല്ലാം കാണുന്നവൻ ഞാൻ. എന്നിൽ നിന്നും വേർപെട്ടു വരുന്ന ഈ സ്വത്വത്തിനും അവിടെ ഒരു നിയോഗമുണ്ട്. ചിയോതിക്കാവ് എന്ന സാങ്കല്പിക ദേശത്തിൻ്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും കടന്നു ചെല്ലുന്ന ചിത്രം. മലയാള സിനിമ ഇന്നുവരെ കാണാത്ത വിസ്മയ കാഴ്ചകളാണ് സമ്മാനിക്കുക. മണിയനും മാണിക്യവും ടോവിനോയുടെയും സുരഭിലക്ഷ്മിയുടെയും ഈ 2 കഥാപാത്രങ്ങൾ സിനിമയിലെ ഏറ്റവും ആഴമുള്ള കാമ്പുള്ള പ്രേക്ഷകരിലേക്ക് എത്തുന്ന വേഷങ്ങളാണ്.